PS സഞ്ജീവ് കൂടി ചേരുകയാണ്. സഞ്ജീവ്, ഇതാണ് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ മറുപടി. ഇപ്പോൾ തെളിവ് സഹിതം ഈ പിടിയിലായ വിദ്യാർത്ഥികളുടെ KSU ബന്ധം അതിങ്ങനെ പുറത്തു വരുമ്പോൾ അവർ പഠിച്ച കാലത്ത് KSU ആയിരുന്നുവെന്നും ഇപ്പോൾ അവർ വിദ്യാർത്ഥികളെ അല്ല എന്നുള്ളതും KSUമായി ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് തന്നെ നടപടിയെടുക്കുകയോ ആ നിലയിൽ ഒരു പ്രതികരണം പോലും നടത്തേണ്ട ആവശ്യമോ ഇല്ല എന്നാണ് ആവർത്തിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ. സഞ്ജീവ്, കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും നുണയന്മാരും അതോടൊപ്പം തന്നെ അസത്യം മാത്രം പ്രചരിപ്പിക്കാൻ ജീവിക്കുന്നവരുമാണ് എന്ന് ഇതോടുകൂടി ബോധ്യപ്പെടുകയാണ്. ഒന്ന്, ഇവരൊന്നും KSU അല്ലായിരുന്നു, പഠിക്കുന്ന കാലത്തായിരുന്നു ഇവരൊക്കെ KSU, ഇപ്പോഴല്ല എന്നതാണ് ഇദ്ദേഹത്തിന്റെ വാദം. ആ വാദം മുൻനിർത്തി തന്നെ നമുക്ക് സംസാരിക്കാം. ഇവർ KSU അല്ലാതെ പഠനം പൂർത്തീകരിച്ച് സെമസ്റ്റർ പരീക്ഷ എഴുതി അവിടെ നിന്ന് പുറത്തായവരല്ല, അല്ലെങ്കിൽ പഠിച്ച് പൂർത്തീകരിച്ചു പോയവരല്ല. അവർ ഇതുപോലെ കുറ്റകരമായി മുൻകാലങ്ങളിൽ ഈ ലഹരി കേസുകളിൽ പെട്ട് പലവിധ പോലീസ് കേസുകളിൽ നിന്ന് പെട്ട് പഠനം ഡിസ്കണ്ടിന്യൂ ആയി പുറത്തായി പോയവരാണ്. അവരാണ് ഈ പറഞ്ഞ ഷാരിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ. ഇവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നും കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU നേതാക്കന്മാരുടെ, പ്രവർത്തകരുടെ, അവരുടെ പൂർണ്ണ സഹായികളായി ഇന്നും ഈ നഗരത്തിൽ ചുറ്റുന്നവരാണ്. എന്നാൽ ഈ ചോദ്യത്തിന് സ്ട്രെയിറ്റ് ഔട്ട് മറ്റൊരു ചോദ്യമുണ്ട്. ഇവർ യൂണിറ്റിലില്ല, മെമ്പർഷിപ്പ് ഇല്ല, അപ്പൊ മെമ്പർഷിപ്പ് പ്രവർത്തനമൊന്നും KSUവിനില്ല. അങ്ങനെ ഒരു പ്രവർത്തനമൊക്കെ അവസാനിച്ചിട്ട് 90കളുടെ അവസാനത്തിൽ എങ്ങാനും ഉണ്ടായതാ. എന്നാൽ ഒരു സ്ട്രെയിറ്റ് ഔട്ട് ചോദ്യം ഞാൻ ചോദിക്കാം. മരട് അനീഷിന്റെ കൂടെ നിന്ന KSU ജില്ലാ പ്രസിഡന്റിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയട്ടെ. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, അയാൾ നിങ്ങൾ പുറത്താക്കിയോ? അയാൾ ഇപ്പോഴും KSUയുടെ ജില്ലാ പ്രസിഡന്റ് അല്ലേ തൃശ്ശൂരെ? എന്താ സ്ഥിതി? മരട് അനീഷ് ആരാണ്? KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാ? അപ്പോ നിങ്ങൾ ഈ കാണുന്ന തോന്നിവാസങ്ങൾക്കെല്ലാം കുടപിടിച്ച് കേരളത്തിലെ ക്യാമ്പസുകളും പൊതുസമൂഹത്തെ മലീമസമാക്കുന്ന നിലപാടെടുത്തിട്ടുള്ള നിങ്ങൾ ഇവിടെ വന്ന് വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട് പറയാൻ, ഞങ്ങളെ സംബന്ധിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഞങ്ങൾ നിലപാടെടുത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളും നിങ്ങളുടെ കൂടെയുള്ളവരാണ്. നിങ്ങൾ ഇതിനൊക്കെ ഈ പറഞ്ഞ എല്ലാ തെറ്റായ പ്രവണതകൾക്കും, അരാജക പ്രവണതകൾക്കും, ഈ കഞ്ചാവ് ലഹരി മാഫിയ സംഘങ്ങൾക്ക് ഈ കേരളത്തിൽ തഴച്ചു വളരാൻ ക്യാമ്പസുകളിൽ ഇടം കൊടുത്തവരാണ് നിങ്ങൾ. ഞങ്ങൾ ഇപ്പോഴും അത് കൃത്യമായി പറയുന്നു. ഇന്ന് ക്യാമ്പസുകളിൽ ഒരു കാലത്ത് KSUവിനെ കുറിച്ച് സിനിമകളിലും മറ്റ് ഗാനങ്ങളിലും ഒക്കെ വന്നത് ഭക്ഷണം വാങ്ങിക്കൊടുത്തും വസ്ത്രം വാങ്ങിക്കൊടുത്തുമാണ് സംഘടനാ പ്രവർത്തനം ഇവർ മുന്നോട്ട് കൊണ്ടുപോയതെങ്കിൽ സതീശൻ കഞ്ഞിക്കുഴിമാരുടെ കഥ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ കഥ മാറി ഇന്നിപ്പോ ഇവരിപ്പോ ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെയാണ് ചെലവാക്കുന്നത്.